നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. സാർവത്രിക അംഗീകാരം നേടിയ ഒരു വൈദികനായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. മറ്റാരുമല്ല, ശ്രീ ജോസഫ് പുത്തമ്പുരയ്ക്കൽ. കുടുംബ ബന്ധങ്ങളിലെ നേർത്ത തരംഗങ്ങളെ പോലും ആവാഹിച്ചുകൊണ്ട് പ്രതിപാദിക്കാൻ കഴിവുള്ള ഒരു വൈദികൻ. അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ചിലവരെ അച്ഛാ സംസാരിക്കാൻ പ്രത്യേക വിഷയമൊന്നുമില്ല. അച്ഛാ എന്നും കാണുന്ന ഒരേ ശരീരം, കിടക്കുന്ന ഒരേ കട്ടില്, പുതയ്ക്കുന്ന ഒരേ പുതപ്പ്, കാണുന്ന ഒരേ ജീവി, ഒരേ മേൽക്കൂരയുടെ കീഴെ. പ്രത്യേകിച്ച് എന്നാ പറയാനിരിക്കുന്നു, ആകെ പറയാനുള്ളത് 84-ലെ വെള്ളപ്പൊക്കത്തിന്റെ കാര്യം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വിഷയം ഉണ്ടാക്കി പറയാൻ ഭാര്യയോട് ഭർത്താവ് ചോദിച്ചു നോക്കിയാൽ, മോളെ സ്വർണ്ണവലി ഇങ്ങനെ കൂടി കുറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്വർണ്ണ ബിസ്ക്കറ്റ് മേടിച്ചു വെച്ചാലോ? പിന്നെ വർത്തമാനം തീരുമോ? വെട്ടം വീഴുന്നതല്ലേ ഈ വർത്തമാനമല്ലേ? ഭർത്താവിന് രാഷ്ട്രീയം ഇഷ്ടമാണോ? ഭാര്യ രാഷ്ട്രീയം പറഞ്ഞു പഠിക്കണം. മനഃപൂർവ്വം സംസാര വിഷയം ഉണ്ടാകണം. ഒരു സ്ത്രീ പറഞ്ഞ അച്ഛ, എനിക്ക് കെട്ടിയവനെ കാണുമ്പോൾ ചൊറിഞ്ഞ് കയറുന്ന അരിശമാണ്. ഞാൻ ചൈന വെച്ചു. എൻ്റെ അച്ഛ ആദ്യ രാത്രിയിൽ അല്പം ചൂട് പഠിച്ച് പുതപ്പിന് കീഴെ മുട്ടി ഒരുമി ഇരിക്കാമെന്ന് തോന്നിയപ്പം ഇത് ഞാൻ ചാടി എഴുന്നേറ്റ് ചോദിക്കുക, ഡെൻമാർക്കിന്റെ തലസ്ഥാനം ഏതാടി? ഇതെന്നെ അച്ഛ ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഇയാളെ ഞാൻ കെട്ടിക്കൊണ്ട് വന്നത്? ഞാൻ ചൈനയുടെ നീ അങ്ങനെ ചോദിച്ചത്. എൻ്റെ അച്ഛ വിവാഹത്തിന് ഒരുക്കി അച്ഛൻ പറഞ്ഞായിരുന്നു, മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്തമാനം പറയണം. ഒരു പുതിയ ജീവിതം ആരംഭിക്കില്ലേ, അവിടെ പൊതുവിജ്ഞാനം ടെസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് ഒരു വിഷയം ഉണ്ടാക്കിയതാ. ഇത്രയും വലിയ വിഷയമാകുന്നു ഇന്ന് പറഞ്ഞാൽ ഓർത്തിരുന്നില്ല. അച്ഛൻ്റെ വളരെ തമാശയുള്ള പ്രശ്നം ഞാൻ എപ്പോഴോ പണ്ട് കേട്ടിട്ടുണ്ട്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം കൂടിയ സമയത്ത് പശുവിന് കലക്കി വെച്ചിരുന്ന കാടിയോ ഇത് ഒരു പണ്ടൊരിക്കലൊരു കാർട്ടൂൺ വന്നതാണ്. ഒരു കാർട്ടൂൺ അവിടെ വായിച്ചതാ. അല്പമേ ഉള്ളൂ, ഞാനത് അങ്ങനെ ആക്കി എടുത്തതാ അതിന്റെ പൂർണ്ണ മുഴുപ്പിൽ. അതായത് ഉദാഹരണം ഇപ്പം അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം എന്തുവാ, ഒരു കയ്പുള്ള കപ്പ ഒറ്റയ്ക്ക് കഴിക്കുമ്പം കയ്പ് വറപ്പ് ഓക്കാനിക്കാൻ വരും. പക്ഷെ അത് സ്നേഹത്തോടെ ഭാര്യ എടുത്തു കൊടുത്താൽ ആ കയ്പ് അറിയുന്നില്ല. കപ്പ കയ്പാന്ന് പറഞ്ഞ ഇളയ കുഞ്ഞു കൊച്ചെടുത്ത് ഡാഡി നമ്പർ കൊടുത്താൽ ചിലപ്പം ആ കയ്പ് അറിയണമെന്നില്ല. കാരണം സ്നേഹത്തിന്റെ സാന്നിധ്യം രുചിഭേദങ്ങളെ വരെ നിശ്ചയിക്കുന്നു. ഇപ്പം നമുക്കൊരു ഹോട്ടലിൽ ചെന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം. പക്ഷെ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് പെരക്കെ തിരുന്ന് കഴിക്കുമ്പോഴല്ലേ. അപ്പോൾ അങ്ങനെ രുചിഭേദങ്ങൾ ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമല്ല. അത് സ്ഥാപിക്കാൻ വേണ്ടി ആ കാർട്ടൂൺ ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു സ്നേഹം വന്നപ്പോൾ പശുവിന് കലക്കി വെച്ച കാടി എടുത്ത് കുടിച്ചു. അത് പരുത്തിക്കുരുവാ, പുഴുങ്ങി വെച്ചു. അത് ചോറാന്നോർത്ത് എടുത്ത് കഴിച്ചെന്നാ പറയുന്നതേ. ഒരു ദിവസം നോക്കുമ്പോൾ ചോറിരിപ്പുണ്ട്, പരുത്തിക്കുരുവിന്റെ പാത്രം കാലിയായി. പശുപട്ടിണിയായി. അതായത് ഈ എനിക്കൊരു സുഹൃത്തിന് തൊടുപുഴ ഭാഗത്താണ്. അപ്പോൾ അവൻ പറയുന്നൊരു തമാശ ഉണ്ട്. അതായത് ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോൾ അല്പം ഉപ്പ് കുറവാണല്ലോ എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് പ്രഷറും കുഷറൊക്കെ വെച്ചിട്ട് ഉപ്പും കൂടെ തിന്നാൻ എന്ന് പറയും. ഇനി അഥവാ ഉപ്പ് കൂടുതലാണല്ലോ എന്ന് പറഞ്ഞാൽ അതൊക്കെ ചോറിൻ്റെ കൂടെയും കുഴച്ച് കഴിച്ചാൽ മതി, അപ്പോൾ ഉപ്പ് ഇല്ലാതാവും. അപ്പോൾ ഭാര്യമാർക്ക് എങ്ങനെയാണ് ഭർത്താക്കന്മാരെ കൈകാര്യം ചെയ്യേണ്ടത് നന്നായിട്ട് അറിയാം. അതിൽ വഴങ്ങി കൊടുക്കുക എന്നുള്ളതാണ് ബുദ്ധി എന്നാണ് ബുദ്ധിയുള്ള ഭർത്താക്കന്മാർ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ ഇവിടെ ഈ ഭാര്യയുടെ സ്വഭാവം ഭർത്താവ് മനസ്സിലാക്കുക. ഭർത്താവ് ചുമ്മാ നമുക്ക് ചില കാര്യം കടുപ്പമായിട്ടും പറയാം, മയത്തിലും പറയാമല്ലോ. ഉദാഹരണം, ഭാര്യ മിക്സഡ് ഫ്രൈഡ് റൈസ് എടുത്ത് വെച്ചു, ചില്ലി ചിക്കൻ വെച്ചു, സലാഡും വെച്ചു. പക്ഷെ പപ്പടം കാച്ചത് മേശപ്പുറത്തിരുന്നു അടുക്കളയിൽ, അത് വെച്ചില്ല. അവൻ നില മറ്റവന് വെച്ചതാണെങ്കിൽ അത് ആർക്കാടി ഒരു രീതി ചോദിക്കാം. മയത്തിലും പറയാമല്ലോ. എൻ്റെ അടിയിൽ നിന്ന് ഓഫീസിൽ ചെന്നപ്പം മുറിക്കകത്തൊരു കർട്ടൻ ഇട്ടു. നീണ്ട കമ്പിയിലാണ് ആ കർട്ടൻ കോർത്തിട്ടത്. ആ കമ്പിയുടെ നീളമെന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ആ പപ്പടം വരെ എത്തും എന്ന് പറഞ്ഞാലും അപ്പോൾ അവൾ ചോദിച്ചേട്ടാ സോറി മറന്നുപോയെന്ന് കൊണ്ട് വെക്കും. അവതരിപ്പിക്കുന്ന രീതി, ഭാര്യയെ മനസ്സിലാക്കി അവതരിപ്പിക്കുന്ന രീതിയുണ്ട്. ആണുങ്ങൾ പല കാര്യവും മറക്കും, പക്ഷെ ക്ഷമിക്കുകയല്ല. പെണ്ണുങ്ങളെല്ലാം ക്ഷമിക്കും, പക്ഷെ മറക്കില്ല. കാരണം ഒരു ആണുങ്ങൾക്ക് ഒരു വിഷയം ഉണ്ടായാൽ അത് ചാരം മൂടിയ തീക്കട്ട പോലെ മറന്നു 100 കൂടെ കാര്യങ്ങളിൽ ഒരവസരം വരുമ്പം വീണ്ടും അത് തേടി വരും. പെണ്ണുങ്ങളെല്ലാം അങ്ങ് ക്ഷമിച്ചു, പക്ഷെ ചുമ്മാ മറക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കും. പള്ളിയിൽ പോയപ്പോൾ നീ ശോശാമനെ തിരിച്ചു കാണിച്ച് ഞാൻ കണ്ടു. 2008 തന്നെ കൂടി, അതുകൊണ്ട് ആ കുടുംബം മുടിഞ്ഞെന്ന് 2018 പറയും. പിന്നെ അതെല്ലാം മാറിയതാണ്. ഒരു സ്കൂളിൽ മാത്യു സാറും ഭാര്യ. മാത്യു സാറ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തുകൊണ്ടേലും ഭാര്യയോടൊന്ന് പറഞ്ഞു കേൾപ്പിക്കും. ഒരു ദിവസം പറയട്ടെ, ഈ സ്കൂളിൽ ഒരു പുതിയ ടീച്ചർ വന്നു, സിസിലി. കാണാനെല്ലാം നിറവാ, തക്കാളിയുടെ നിറം, പാദം മുട്ടി മുടി, പക്ഷെ മുഖത്ത് മുഴുവൻ കാരയാ. അതുകൊണ്ട് ചുമന്ന് പൊട്ടിയിരിക്കുന്നു.
അതുപോലെ തന്നെ ഒത്തിരി കുറ്റിമീശ അവർക്ക് ഉണ്ട് ആകെപ്പാടെ. അതുകൊണ്ട് ഏതാണ്ട് പോലെ അത് പറഞ്ഞു വല്ല പെണ്ണുങ്ങൾക്ക് മീശയുടെ തനിക്ക് തന്നെ അവിടെ ഇരിക്കണമെന്നു തീർന്നു. 2 വർഷം കഴിഞ്ഞു. ഒരു ദിവസം വൈകിട്ട് മാത്യു സാർ 7:30 കൈൻറ്റി കൊണ്ടായ വീട്ടിലേക്ക് വരും. വരുമ്പോഴത്തേക്ക് പവർ കട്ടായിരുന്നു. ഗേറ്റ് കിടന്ന് വന്ന പാടെ ഹോളോ ബ്രിക്സ് തോട്ടത്തിന് സൈഡ് കെട്ടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഇഷ്ടികയെ തട്ടി താഴെ വീണു. വലുതിയെ ഉളുക്കിപ്പോയി. എടാ എടി എന്നാലും നീ എന്നതാടി കാണിച്ചത്? കറണ്ട് ഇല്ലാത്തപ്പം ഇഷ്ടിക ഇറക്കി വെച്ച കാര്യം ഞാൻ അറിഞ്ഞോ? ഞാൻ പോയപ്പോൾ ഇല്ലായിരുന്നല്ലോ. കറണ്ടില്ല മനുഷ്യ, ഇഷ്ടിക ഇറക്കി വെച്ചിട്ടുള്ളൊരു വാക്ക് പറയണ്ടേ? എൻ്റെ കൈ ഒടിഞ്ഞാലോ? നീ കണ്ണിച്ചോരില്ലാത്തവളാണല്ലോ. പിന്നെ സിസിലി ടീച്ചറിൻ്റെ മീശ കണ്ട ആൾക്ക് ഇഷ്ടിക കാണാൻ വലിയ പ്രയാസമല്ലേ? 2 വർഷം കഴിഞ്ഞാൽ ഓർത്തോളം ശരിക്കും മറക്കും. പക്ഷെ ഇങ്ങനെ തേടി പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഭർത്താവ് അവളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ മനസ്സിലാക്കാത്തതാണ് പലപ്പോഴും ഇഷ്യൂസ് ആയിട്ട് നമുക്ക് മാറുക. ഓണത്തിന് ഞാൻ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളുടെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ ധ്യാനങ്ങൾക്ക് പോകുമായിരുന്നു. അപ്പം അങ്ങനെ പോയപ്പം പലകൂട്ടം കള്ളച്ചാരായം ഞാൻ കണ്ടു പ്ലാസ്റ്റിക് കൂട്ടി വിൽക്കുന്നു. ഓടയമറിയം എന്ന കള്ളച്ചാരായത്തിൻ്റെ പ്രത്യേകത, അതിന് 2 കവിള് കുടിച്ചാൽ മതി, കുടിച്ചയാൾ അടുത്തുള്ള ഓടയിലോട്ട് മറിഞ്ഞു വീഴും, എഴുന്നേറ്റ് പോകാൻ. മണവാട്ടി അല്പം കുടിച്ചാൽ പിന്നെ ഭയങ്കര നാണമാണ്, ഇങ്ങനെ വിരൽ കൂട്ടി തിരുമിക്കൊണ്ടിരിക്കും. പുല്ലുപെറുക്കി അല്പം കുടിച്ചാൽ മതി, കുടിക്കുന്നയാൾ മുറ്റത്ത് കുത്തിയിരുന്ന് സകലമാന പുല്ലും പറിക്കാൻ തുടങ്ങും, വെട്ടം വീണാൽ എഴുന്നേറ്റ് പോവുകയല്ല. പോസ്റ്റേ കയറി എന്ന സാധനം 2 പേർക്ക് അകത്ത് ചെന്നാൽ മതി. ടെലിഫോൺ പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ്, കപ്പളം, തെങ്ങ്, പേര, അണ്ണാനെ പോലെ കയറുക ഇറങ്ങുക ഇറങ്ങുക കയറുക. പോസ്റ്റ്മാൻ്റെ അല്പം അകത്ത് ചെന്നാൽ മതി, കുടിച്ചയാൾ ഭൂമിയിലുള്ള എല്ലാ വീട്ടിൽ കൂടെയും കറങ്ങിക്കൊണ്ടിരിക്കും, സ്വന്തം വീട് മാത്രം എവിടാന്നൊരു പിടിയുമില്ല. മിശിഹ 2 പേർക്ക് അകത്ത് ചെന്നാൽ മതി, ചെല്ലുമ്പം കണ്ണടച്ചോ, പിന്നെ 3-ാം പൊക്കെ കണ്ണു തുറക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് മിശിഹ. ചാണ്ടിച്ചേട്ടൻ എന്ന് പറയുന്ന ആൾ ഷാപ്പിൽ ചെന്ന് കുടിച്ചു കഴിഞ്ഞപ്പം ചാണ്ടിച്ചേട്ടന് ഭൂമിയിലെല്ലാം വെള്ളപ്പൊക്കം പോലെ തോന്നാൻ തുടങ്ങി. അപ്പോൾ 8-9 സഹകുടിയന്മാർ ചാണ്ടിച്ചേട്ടനെ കയ്യെ പിടിച്ച് സാവധാനം വീട്ടിൽ കൊണ്ടുവന്നു. വീടിൻ്റെ മുറ്റത്ത് ചെന്നപ്പോൾ ഒരുത്തൻ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. ഭാര്യ ചോദിച്ചു, ആരാ? ഞങ്ങൾ ചാണ്ടിയം കൊണ്ട് വന്നതാ, അവിടെ എങ്ങാനും ചാണ്ടിയേച്ച് പൊക്കോളാൻ പറഞ്ഞു. കാരണം കുടിക്കുന്ന കെട്ടിയവനെ കൊണ്ടുവരുന്ന കൂട്ടുകാരോടും ഭാര്യയ്ക്ക് അറപ്പാണ്, വെറുപ്പാണ്. അവരവിടെ നിന്നു. 15 മിനിറ്റ് ആയിട്ടും ഭാര്യ വാതിൽ തുറക്കുന്നില്ല. ഇവർ മൊത്തം നിന്ന് ആടുക. ഒരു മനുഷ്യൻ ഒന്നുകൂടെ കോളിംഗ് ബെൽ അടിച്ചു. ഭാര്യ ചോദിച്ചു, ആരാന്നല്ലേ ചോദിച്ചത്? ഞങ്ങൾ ചാണ്ടിയം കൊണ്ട് വന്നാന്ന് പറഞ്ഞില്ലേ? നിർത്തിയിട്ട് പോകാനല്ലേ പറഞ്ഞത്? പൊരുത്തന്നെ മറുപടി, പൊന്നു പെങ്ങളെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്ന് ഞങ്ങളിൽ ആരാ ചാണ്ടിന്നൊന്ന് കാണിച്ചു തരാമോ? ഇതാണ് അവസ്ഥ. ഈ മദ്യപാനം ഈ അച്ഛൻ്റെ അനുഭവത്തിൽ 2 അടിക്കുന്നവനാണോ കുറച്ച് നന്മയുള്ളവൻ, അതോ ഒന്നും അടിക്കാത്ത ഈ ദുർമുഖം കാണിച്ചിരിക്കുന്നവരാണ്? എൻ്റെ അനുഭവത്തിൽ ഈ കള്ളുകുടിയന്മാര് നിഷ്കളങ്കര, ഈ ശുദ്ധ മനസ്സായി. ചില കുടിച്ചു പൂസായാലും അതിനേക്കാൾ കടുപ്പം കാണിക്കുന്നത് കുടിയൊന്നും ഇല്ലാന്നും പറഞ്ഞ് നല്ല ഭാവം കാണിച്ച് മസിൽ പിടിക്കുന്നവരാ. പിന്നെ കുടിയൻ്റെ കുഴപ്പം വരുന്നത് കുടിച്ച് ദേഹം കൊല്ലുക, ഭാര്യയെ മർദ്ദിക്കുക, മക്കളെ നോക്കാതിരിക്കുക, ആ രീതിയിലുള്ള ഒരുപാട് സോഷ്യൽ ഈവിൾ വരുമ്പോഴാണ് പ്രശ്നമേ. അല്ലെങ്കിൽ പൊതുവിൽ ഇവരൊക്കെ തന്നെ ശുദ്ധാത്മാക്കളാ. കുടിച്ച് കഴിയുമ്പോൾ ബൈബിൾ വാക്യം പറയുന്നത് കുടിയന്മാരെ കണ്ടിട്ടുണ്ട്. കുടിച്ച് കഴിയുമ്പം പ്രാർത്ഥനയും പാട്ടും കുടിക്കും കരയുന്നവരെ കാണാം. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഇച്ചിരി കുടിക്കുന്നവനാണ് കുടിക്കാത്തവനേക്കാൾ ശുദ്ധൻ എന്ന് തോന്നിയിട്ടുണ്ട്. അത് കുടിയന്മാർക്കുള്ള ലൈസൻസ് അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് ജീവിതാനുഭവത്തിൽ. ഈ കുട്ടികളുടെ പഴയ ലെവലുള്ള പിള്ളേരല്ല ഇന്ന്. പിള്ളേരെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ബുദ്ധിപരമായിട്ടും ദിഷണാപരമായിട്ടും കുറേ കഴിവുള്ള ആൾക്കാരാണ്. അച്ഛൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സംസർഗം പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് പിള്ളേരുടെ ഭാഗത്തുള്ള റെസ്പോൺസ് എന്തായിരുന്നു കുട്ടികളുടെ? അത് എനിക്ക് കൂടുതലും ആരാധകരെന്നൊക്കെ വിളിക്കാവുന്നത് എനിക്ക് കൂടുതൽ യങ്സ്റ്റേഴ്സാണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഏത് ബസ് സ്റ്റാൻഡിൽ ചെന്നാലും ചായക്കടയിൽ ചെന്നാലും ഇവർ ഓടി വന്ന് സെൽഫി എടുക്കും. വൈറലായി എടുക്കും. പക്ഷേ കുട്ടികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്കുള്ളത് ഈ ഭൗതിക തലത്തിൽ വളരെ എത്തുമ്പോഴും വ്യക്തിത്വത്തിന് ഈട് ഇവർ എല്ലാം പൊതുവെ കുറവായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം പഴയ കാലത്തുള്ള ഈ ഏജിലുള്ള ആൾക്കുള്ള മനക്കെട്ടി ഇവർക്കില്ല. ആത്മഹത്യ, ഒളിച്ചോട്ടം, ആവശ്യമില്ലാത്ത പ്രേമബന്ധം, പെട്ടെന്ന് ചാടി വീഴുക. അതോ പ്രത്യേകിച്ച് ഈ നമുക്ക് ഈ ടെക്നോളജി ലോകത്തൊക്കെയുള്ള ഐ.ടി. വേൾഡിലൊക്കെ അങ്ങനെയുള്ള സ്നേഹത്തിലൊക്കെ വരുന്നതിൻ്റെ ഒരു കാരണം ഈ ഒരു ആത്മീയതയിലോ ഒരു ജീവിതത്തിൻ്റെ ഡെപ്തിലോ അല്ല, ഒരു യാന്ത്രിക ലോകത്തിലേക്ക് പോവുക. അങ്ങനെയുള്ള ലോകത്തിലാണ് ഡൈവോഴ്സും ഏറ്റവും കേസുമായിട്ട് വരുന്നതും വലിയ ആൾക്കാരുടെ ഇടയിൽ നിന്നാണ്, പാവപ്പെട്ടവർക്കിടയിൽ നിന്നല്ല വരുന്നത്. ഓക്കെ, അപ്പോൾ അച്ഛൻ ഉദ്ദേശിക്കുന്നത് വളരെ സാധാരണക്കാരായ അല്ല പാവപ്പെട്ടവരായ ആൾക്കാരുടെ ഇടയിൽ കുടുംബ പ്രശ്നങ്ങൾ കുറവാണ്, വളരെ കുറവാണ്. ഈ വലിയ ഈ ഐ.ടി. വേൾഡ്, വലിയ ബിസിനസ്, അവർക്കിടയിലാണ് ഈ ടെൻഷൻ. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞതുപോലെ ഈ ഷെയറിങ്ങിൻ്റെ കുറവും
സമയത്തോടൊക്കെ വരുന്നതായിരിക്കാം, കണ്ടേക്കാം. പക്ഷെ ഒരു വലിയ വിഷയമായിട്ട് അവൻ 2 തെറിയും പറഞ്ഞ് കള്ളും കുടിച്ച് അവനപ്പുറത്ത് കിടന്ന് നമ്മളിപ്പുറത്ത് കിടന്നു അങ്ങ് തീർന്നു. അത് വലിയൊരു അത് അവർക്കും വലിയ പരാതിയൊന്നുമില്ല. 2 പൊട്ടിന് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർ വന്നിട്ടോ ഇത് ഞാനിപ്പോൾ നമ്മളെ അടിക്കുന്നൊക്കെ നിർത്തിയിരിക്കണം എന്താണെന്നറിയില്ല എന്ന് വല്ല പറഞ്ഞു. ഇല്ല പറഞ്ഞു എന്നെ വെച്ചാൽ 2 അടിച്ചാലും കുടിച്ചാലും തൊടിച്ചാലും വേണ്ടിയല്ല, കുടി നിർത്തിയിട്ട് മിണ്ടാവുള്ള ഇരിപ്പാണ് എനിക്ക് സഹിക്കാൻ മേലാതെന്ന് പറയുന്നത്. മൗനിയായി പോവാ, മൗനിയായിട്ട് പോവാ. ഇയാൾ ഇത് ഞാൻ 2 തെറി പറഞ്ഞെനിക്ക് എന്ത് രസമായിരുന്നു. അത് സന്തോഷിക്കുന്നവരുണ്ട്. വേണശ്രീ പറഞ്ഞു എന്നെ വെച്ചാൽ കുടിച്ചാൽ മതിയായിരുന്നു, എനിക്ക് പോക്കറ്റിൽ നിന്ന് വല്ലതും എടുക്കാമായിരുന്നു, കുടി നിർത്തോടെ അതും നിന്ന് പോയിരുന്നു. കാരണം പോക്കറ്റ് ആകുമ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. 5 പഠിക്കുന്ന കുട്ടി സാർ എത്ര പഠിപ്പിച്ചാലും ഒരു വാക്ക് തെറ്റിച്ച് പറയും. സാറ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇവൻ പറയും യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി. കിള്ളി നോക്കി ഞുള്ളി നോക്കി കിളിക്ക് നോക്കി അവൻ അലറിക്കൊണ്ട് പറയും യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി. അവസാനം ഇവനെയും കൊണ്ട് സാർ വീട്ടിൽ വന്നു. അപ്പനോട് വെറുതെ ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, നിങ്ങളുടെ മോനെ കൊണ്ട് യൂണിവേഴ്സിറ്റി എന്ന് എനിക്കൊന്ന് പറയിപ്പിക്കണം. അവൻ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവനെ ചെവി ചെന്ന് പറയണം യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി. ഉടനെ അപ്പം പറഞ്ഞു സാറേ അവനെ നിർബന്ധിക്കേണ്ട, അവൻ്റെ കപ്പാക്കിറ്റി അത്രയേ ഉള്ളൂ, അതുകൊണ്ട് യൂണിവേഴ്സിറ്റി എന്ന് പറയുക. എങ്ങനെയാണോ അപ്പനമ്മ അങ്ങനെയാണ് മക്കൾ. ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുമോ? അച്ഛനെ ആരെങ്കിലും ഉത്തരം പൊട്ടിച്ചിട്ടുണ്ടോ പിള്ളേർ വല്ലവരും? അച്ഛനിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ചില പിള്ളമാർ കുരുത്തക്കെട്ട പിള്ളേർ വല്ലതും ഉണ്ടോ? പക്ഷെ എൻ്റെ അടുക്ക് അങ്ങനെ അധികം വരികയല്ലോ കേട്ടോ. ആ രീതിയിലൊരു ആ ഒരു റേഞ്ചുകാർ വരാറില്ല. പിന്നെ ചുമ്മാ തമാശനൊക്കെ വല്ലതൊക്കെ ഇങ്ങനെ ചോദിച്ചാലൊക്കെ ഉള്ളതുകൊണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി, അതേ സമയത്ത് എല്ലാം നർമ്മരസത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി. ഇപ്പം മുഖത്തോട്ട് നോക്കുകയെ അവിടെ ഇരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഒരു അല്പം വിലയുള്ള മുതലാണ് എന്നതിന് സംശയമൊന്നുമില്ല. സഭയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അസറ്റാണ്. സഭയ്ക്ക് മാത്രമല്ല, ചുറ്റുപാടുള്ള ആളുകൾക്കും മാത്രമല്ല, ഈ ആളുകളെ ഓർത്തിരിക്കാനുള്ള വലിയൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. കോട്ടയം ലൂർദ് ഫൊറോനയുടെ ഇടവകയിൽ ധ്യാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം പേര് ചൊല്ലി ഓരോ ആളുകളെ വിളിക്കുന്ന കേട്ടപ്പം എന്തൊരു ഓർമ്മശക്തിയാണ്, താനെങ്ങനെ ഇതൊക്കെ ഓർത്തിരിക്കുന്നതെന്ന് ഞാൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. എനിക്ക് ഈ അച്ഛനോടൊരു കാര്യം ചോദിക്കാനാണ്. എന്താ ജോസഫ് അച്ഛൻ ഇങ്ങോട്ട് നോക്കിയേ, അതായത് ഇങ്ങനോട് ചോദിക്കാനുള്ളത്, ഇങ്ങനെ പ്രൊവിൻഷ്യലായി കഴിഞ്ഞപ്പോൾ ഒരു ഭാവമാറ്റം ഉണ്ടായോ എന്നെനിക്കൊരു സംശയം. പ്രൊവിൻഷ്യൽ ഒരു അധികാരിയാണ്, ഒരു വലിയ പ്രൊവിൻസിൻ്റെ അധികാരിയാണ്, പ്രൊവിൻസിൻ്റെ കീഴിൽ ഒരുപാട് വൈദികരുണ്ട്, തിരഞ്ഞെടുക്കപ്പെടുന്നയാളാണ്. എങ്കിലും അതിനു മുമ്പുണ്ടായിരുന്നിടത്തോളം ഒരു നർമ്മരസം അപ്പം പ്രൊവിൻഷ്യലായി കഴിഞ്ഞപ്പോൾ ഈ ഭാവം അങ്ങ് മാറിയോ എന്ന ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അത് ഉത്തരം അവിടെ പറഞ്ഞാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് കാണുമ്പം പറഞ്ഞാൽ മതി. അച്ഛനൊരു അസറ്റാണെന്നാണ് മാണിയച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം കൂടിയാണ്. 2 കാര്യം അദ്ദേഹം പറഞ്ഞു. ഒന്ന്, അച്ഛൻ്റെ ഓർമ്മശക്തി. അതെന്താ എങ്ങനെയാണ് ഓരോരുത്തരും ഓർമ്മ വെക്കുന്നത്? ഓരോ കാര്യങ്ങളുമായിട്ട് വരുന്നവനെ പേര് മറക്കാറില്ല. അത് കുറച്ച് ബന്ധമുണ്ട്, ഞാൻ ഓർക്കുന്നു കേട്ടോ. അത് എന്നാന്നല്ല, അത് ഓർമ്മയുണ്ട്, ഓർമ്മശക്തി ഉണ്ട്, ദൈവം സഹായിച്ചിട്ടുണ്ട്. അതങ്ങനെ കിട്ടുന്ന കുറച്ച് കഴിയുമ്പോൾ മങ്ങുമായിരിക്കും. ഇപ്പോൾ ഉണ്ട്, പിന്നെ പെട്ടെന്ന് കണ്ടുപോകുന്ന അങ്ങനെ ഓർക്കത്തില്ല. എന്നാലും അല്പം കുറച്ച് ബന്ധം സ്ഥാപിച്ചവരാണ്. ഒരു സാഹചര്യം പറഞ്ഞ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ ധ്യാനത്തിനിടയ്ക്ക് ചോദ്യം ചോദിക്കുന്ന വിദ്വാന്മാരുണ്ടോ? ചിലരുണ്ട്. ശരി, നമ്മുടെ നാട്ടിൻപുറത്ത് ആൾ കോടി ചോദിക്കാന്ന് പറയും, അച്ഛനെ ഒന്ന് വെള്ളം കുടിപ്പിക്കാൻ രീതിയിൽ. അങ്ങനെയുള്ള വിദ്വാന്മാർ എങ്ങനെയാണ് അച്ഛൻ കൈകാര്യം ചെയ്യുക? ചോദ്യം ഉറക്കാപ്പുറത്ത് നമ്മൾ പെട്ടെന്നൊന്ന് നിന്നു, എന്നാണെന്ന് അറിയത്തില്ല, നിന്ന് പോകുമല്ലോ. എന്നാലും ഞാൻ ഈ പ്രസംഗം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതിനുള്ള ഉത്തരം കിട്ടിയില്ലെങ്കിൽ അവസാനം ചോദിച്ചോളാൻ പറയും. പിന്നെ നിന്ന് പോകും. പലപ്പോഴും അങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. ചിലവന്മാർ മനഃപൂർവ്വം അലമ്പാക്കാൻ വേണ്ടി വേണമെങ്കിൽ അങ്ങനെയുള്ളവർ. പക്ഷെ അത് കുറവാണ് കേട്ടോ, കുറവാണ്. കാരണം ഞാൻ മിക്കവാറും പള്ളികളിലെ ധ്യാനാകുമ്പം അറിയാമല്ലോ, ഒരു ചോദ്യത്തിന് സാഹചര്യം ഇല്ല. അങ്ങനെ വല്ലതും ഒറ്റയ്ക്ക് ചോദിച്ചാലും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിന്ന് പോകുള്ളൂ. അല്ലെങ്കിൽ ചോദിക്കുന്നവരെ ആൾക്കാരെ തന്നെ പിടിച്ചങ്ങ് ഇരുത്തും. നമ്മുടെ രീതി അതാണല്ലോ. അച്ഛാ, ഈ പ്രൊവിൻഷ്യൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ അധികാര സ്ഥാനമാണെന്നാണ് മാണിയച്ചൻ പറയുന്നത്. ഞാനും മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു അധികാര സ്ഥാനം വന്നപ്പോൾ അച്ഛൻ്റെ രീതിക്ക് ചില മാറ്റങ്ങൾ വന്നോ, നർമ്മം കുറഞ്ഞു പോയോ എന്നൊരു ആശങ്ക മാണിയച്ചനുണ്ട്. ഒട്ടും വന്നിട്ടില്ല. കാരണം അതിന് ശേഷമുള്ള എൻ്റെ ധ്യാനമൊന്നും മാണിയച്ചൻ കേട്ടിട്ടില്ല, അതിന് മുമ്പുള്ളതേ കേട്ടിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ ഗൗരവമുള്ള കുറേ കാര്യം ഇപ്പം ചെയ്യേണ്ടി വരുമല്ലോ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ. അതുമായി ബന്ധപ്പെട്ട ലോകത്ത് ഗൗരവമുണ്ട്. മറ്റേ എൻ്റെ പ്രഭാഷണത്തിൻ്റെ മേഖലകളിൽ അങ്ങനെയൊന്നുമില്ല. അത് വേറെ, ഇത് രണ്ടായിട്ട് അങ്ങനെ പോകത്തില്ലേ. അത് കുറച്ചും കൂടി കർക്കശമായി തീരുമാനമെടുക്കണം.
വേണമെങ്കിൽ സഹ വൈദികരോട് വേണമെങ്കിൽ അല്പം പരുഷമായിട്ട് പെരുമാറേണ്ടി വരും. ചില സാഹചര്യം ഉണ്ടാവും അങ്ങനെയൊക്കെ വരട്ടെ. ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ അവിടെ നടക്കാറുണ്ടോ? ഒന്നുമില്ല. നമുക്കറിയാം ഇങ്ങനത്തെ അന്തരീക്ഷവും ഇല്ലല്ലോ. ഞങ്ങളിങ്ങനെ ഈ സന്യാസ സമൂഹമായതുകൊണ്ട് ഇങ്ങനെ മറ്റു വിഭാഗത്തിൽ വേണം നടക്കാം. അല്ല, അപ്പൊ ഒരു ഹോസ്റ്റൽ പോലെയൊക്കെ ആകുമ്പോഴാണ് ഓഫീസൊക്കെ ആയിട്ടില്ല ഞങ്ങൾക്ക്. ഇതൊക്കെ പരിപൂർണമായിട്ടും അച്ഛന്മാർ എൻജോയ് ചെയ്യുന്നുണ്ടോ ഈ സംഭാഷണങ്ങളൊക്കെ? അവൻ സിനിമ ജീവിതത്തിലെ ഒരു ഇതായിട്ട് പോകുന്നില്ല. എല്ലാം വേണമല്ലോ നമുക്ക്. എപ്പോഴും നമ്മൾ ഈ രാജസാമാർബിളുടെ പരസ്യം പോലെ മസിൽ പിടിച്ച് അതിൻ്റെ അർത്ഥമില്ലല്ലോ. കുറച്ച് അയണം, ചിരിക്കണം, എല്ലാം വേണം. അതെല്ലാം കൂടെ കൂടിയാലേ ഉള്ളൂ ജീവിതത്തിൽ ഒരു സുഖം. എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാ. സന്യാസ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമാണ് മറ്റ് ഉദാഹരണ ഇടവക, മറ്റു കാര്യങ്ങൾ. അവിടെയൊക്കെ കുറച്ചും കൂടി ലൗകികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ കൂടുതലാണ്. ഇപ്പം മറ്റേ ഇടവകയുടെ സ്വത്ത്, രൂപതയുടെ സ്വത്ത്, നടത്തുന്ന സ്കൂളുകൾ, അതിൻ്റെ ക്യാപിറ്റേഷൻ, ഡൊണേഷൻ, ഫീ, അങ്ങനെ ഒരുപാട് സാധനം. ഇതൊക്കെ ഒരു പക്ഷേ കത്തോലിക്ക സഭയുടെ ഒരു ആ തെളിച്ചത്തെക്കുറിച്ച് അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടോ അച്ഛൻ? രൂപതാ വൈദികരൊക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പം ഇതൊന്നും ഇല്ലാതെ പോകാൻ പറ്റിയല്ല. സ്ട്രക്ചർ ഉണ്ടായേ പറ്റുള്ളൂ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാകും. അപ്പോൾ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നത് അതിൻ്റെ കാവൽക്കാരനായിട്ടാണല്ലോ. ഇടവകയുടെ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ എല്ലാത്തിൻ്റെയും സ്ഥാപനങ്ങളുടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ സ്ട്രക്ചറിനോട് അതത് ചെയ്തു പോകാനേ പറ്റുള്ളൂ. കാരണം അത് ഏക്കാൻ വേണ്ടി ആണ് അവരത് അതിനാകുന്നതുമേ. ആ രീതിയിലാണ്. അപ്പം അതിനകത്ത് ഈ പൈസയോ ഇങ്ങനെ ഡൊണേഷനോ അങ്ങനത്തെ ഉള്ളതൊക്കെ ഒരു നോർമലായ രീതിയിൽ നടത്തിപ്പിനുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അത് ഒത്തിരി അങ്ങനെ വരുമ്പോഴാണ് വിവാദങ്ങളൊക്കെ. നമ്മുടെ മാർപ്പാപ്പ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഒരു ജാഗ്രത പാലിക്കണം, ഇങ്ങനെയുള്ള കുറച്ചും കൂടി ജനങ്ങളുമായിട്ടും വിശ്വാസികളുമായിട്ടും ബന്ധപ്പെടണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അൽമായ സമൂഹത്തിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ്, അധികാരങ്ങൾ കൊടുക്കണം. ഇത് മുഴുവൻ ഈ അധികാരങ്ങൾ മുഴുവൻ വൈദികരിലേക്കും രൂപതകളിലേക്കും കേന്ദ്രീകരിക്കുന്നതിനെതിരെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചർച്ചകളും സംവാദങ്ങളും ഇപ്പോൾ നമ്മുടെ സമൂഹം നടക്കുന്നുണ്ട്. അച്ഛൻ്റെ അഭിപ്രായം എന്തായിരിക്കും? ഞാനത് പോപ്പ് ഫ്രാൻസിസിൻ്റെ കാഴ്ചപ്പാടിനോടാണ് 100% പൊരുത്തം. കാരണം ഞാനൊക്കെ ആയിരിക്കുന്ന സഭയുടെ സ്ഥാപകൻ്റെ പേരായിരുന്നു ഫ്രാൻസിസ് അസീസ്. ആ കാഴ്ചപ്പാടിലാണ് മാർപ്പാപ്പ ആ പേര് എടുത്തത്, ഫ്രാൻസിസ് എന്ന് പേരെടുത്തത്. അപ്പം ഫ്രാൻസിസിൻ്റെ കാലഘട്ടം മുതലേ സഭയിൽ ഞങ്ങളുടേതായൊരു സാന്നിധ്യം എക്സിസ്റ്റിംഗ് സിസ്റ്റത്തോടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. അപ്പം അത് രണ്ട് രീതി വെല്ലുവിളിക്കാം. ഒന്ന് ചുമ്മാ എന്തിനും അതിനെ വിമർശിച്ചുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട്, അതിനേക്കാൾ നല്ലത് പറ്റുന്നിടത്തോളം ജീവിച്ചുകൊണ്ട് ജീവിതത്തെ ഒരു വെല്ലുവിളിയാക്കുക. അപ്പം നമ്മളൊക്കെ സന്യാസം എടുക്കുന്നത് തന്നെ അങ്ങനെ ഒരുപാട് കെട്ടുപാടുള്ള ലോകത്ത് ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് പ്രാർത്ഥനയിലും ലാളിത്യത്തിലും സിംപ്ലിസിറ്റിയിലും പോകുന്ന ഒരു പാരലൽ ലൈനും കൂടെ ഉണ്ടാകാൻ വേണ്ടിയാണ് സന്യാസം വെച്ചിരിക്കുന്നത്. കാരണം സ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ സംവിധാനം എടുത്ത് അങ്ങനെ ജീവിക്കാൻ പറ്റുകയല്ലോ. അതിൻ്റെ നടത്തിപ്പ് വേണം. അതൊരു വശം, ഒരു നാണയത്തിന് ഒരു വശം അത്. മറുവശത്ത് ഇങ്ങനെയുള്ള കണ്ടംപ്ലേഷൻ, ധ്യാനം, പ്രാർത്ഥന അങ്ങനെയുള്ളവരും വേണം. നമസ്കാരം ഫാദർ, എൻ്റെ പേര് അമർ. ഞാൻ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റാണ്. ഞാൻ ഫാദറിൻ്റെ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ യൂട്യൂബിലുള്ള വീഡിയോകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അതിൽ നിന്നും എനിക്ക് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട സംശയങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ ആദ്യത്തേത്, നമ്മൾ യാതൊരുവിധ ടെക്നിക്കൽ നോളജും അതുപോലെ സൈക്കോളജിയിലും അതുപോലെ ഫിലോസഫിയിലും മറ്റ് മനുഷ്യരെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖകളിലുമൊക്കെ ആഴത്തിലുള്ള ഒരു നോളജ് ഇല്ലാതെ എങ്ങനെ നമുക്ക് ഇതുപോലെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ സാധിക്കും? രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ളത്, പലപ്പോഴും ഫാദറിൻ്റെ പ്രഭാഷണം കാണുമ്പോൾ അതിൽ വളരെ ജനറിക്കായ രീതിയിലുള്ള ഉപദേശങ്ങളും അതുപോലെ തന്നെ വളരെ സരസമായ രീതിയിൽ എന്നാൽ ഒരല്പം അശ്ലീല ചുവയുള്ള രീതിയിലൊക്കെയുള്ള സംഭാഷണങ്ങളാണ്. എത്തിക്കലി കറക്റ്റായിട്ട് ഫാദറിന് തോന്നുന്നുണ്ടോ? രണ്ട് ചോദ്യങ്ങൾ. ഇത് വേറൊരു കാഴ്ചപ്പാടാകട്ടെ. ഈ കാഴ്ചപ്പാട് ശരിയാത്തവരുണ്ടാകാം. പക്ഷേ ഒന്ന്, ഇങ്ങനെയുള്ള ഒരു സാങ്കേതിക അല്ലെങ്കിൽ അക്കാഡമിക് പഠനമില്ലാതെ എങ്ങനെയാണ് ഇത്രത്തോളം ശാസ്ത്രീയമായിട്ട് ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റുന്നത്? രണ്ടാമത്തെ കാര്യം, ചില്ലറ പൊടി അശ്ലീലങ്ങളൊക്കെ ഉപയോഗിക്കണം. അത് ഒന്നാമത്തെ ഉത്തരം നമ്മൾ വായന നന്നായിട്ട് വായിക്കണം. അപ്പം വായനയും മനുഷ്യബന്ധങ്ങളും. ഇപ്പം സാധാരണ ഞാനിപ്പം എനിക്കിഷ്ടമാണ് ചുമ്മാ തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കുന്നത്. എനിക്കിഷ്ടമാണ്. ഞാൻ എവിടെ പോയാലും വണ്ടി നിർത്തി തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പം ഞാൻ മക്തി പോയാലും ഇങ്ങനെ ഒരാൾക്കാരെ പെട്ടെന്ന് തിരിച്ചറിയും. കള്ളുഷാപ്പിൽ നിന്ന് തട്ടുകട അല്ല, കള്ളുഷാപ്പിലെ ഭക്ഷണമാണ് നല്ലതെന്ന് എല്ലാവരും പറയും. പറയാറുണ്ട്. ഇപ്പം നമുക്കും ഈ ലോഹയിട്ടൊക്കെ പോകാൻ പറ്റില്ല. ഷാപ്പിന്റെ ഭാഗത്ത് നിന്ന് കഞ്ഞോളം കുടിച്ചാലും അത് കള്ളാന്നല്ലേ പറയുന്നത്. അങ്ങനെ പോലത്തില്ല. പക്ഷെ ഇങ്ങനെ തട്ടുകട കഴിയും, ഭക്ഷണം കഴിയും.
അപ്പോൾ ആ ഒരു ഭക്ഷണം കഴിയുമ്പോൾ അതൊരു സാധാരണക്കാരൻ്റെ ശൈലി. അത് ബാർബർ ഷാപ്പിലാകാം, ചായക്കടയിലാകാം, തട്ടുകടയിലാകാം, സിനിമാ തിയേറ്ററിലാകാം, വണ്ടിയിലാകാം. അപ്പം അങ്ങനെ ആർജിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ഫിലോസഫി, ഒരു പ്രാക്ടിക്കൽ സൈക്കോളജിയാണ്. പിന്നെ വായന വഴി കിട്ടുന്നതും കൂടെ ചേർത്ത് വെക്കുമ്പം ഏറെക്കുറെ നമുക്കറിയാം ഒരുമാതിരി ഇപ്പോൾ ഒരു ആധികാരികതയില്ലെങ്കിലും മനുഷ്യൻ എന്താണെന്നുള്ളതിന് ചിന്തയുണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഭയങ്കരം പഠിത്തമുള്ള ഡോക്ടറെക്കാട്ടിലും ചിലപ്പം ഒരു കമ്പൗണ്ടർക്കും എഫക്റ്റീവ് ആവും. അത് ആ രീതിയുണ്ട്. അതെ, ഒരു നേഴ്സിന്റെ തലോടലായിരിക്കും ഒരു ഡോക്ടറുടെ ചികിത്സയെക്കാളും കൂടുതൽ ഫലപ്രദമാകും. അപ്പം അങ്ങനെയുള്ള രീതികളാണ്. അതാ ഒന്നാമത്. രണ്ടാമത്തെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാവരും വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് ഈ ഭക്തിയുടെ മേമ്പടിയോടെ പൊതിഞ്ഞു വെച്ച് പറയും. കാരണം അത് അവരുടെ ആ ഒരു ഇമേജിൻ്റെ ഭാഗമായിട്ടും അങ്ങനെയൊക്കെ പറയുന്നതാണ് ആധ്യാത്മികതയെന്നും നമ്മളധികം ചിരിക്കാതെ എപ്പോഴും മുഖമൊക്കെ പിടിച്ച് ഇങ്ങനെ കയ്യും കുപ്പി നടക്കുന്നതാണ് ഭക്തി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ലോകമുണ്ട്. അപ്പം അതും ഒരു വശം ശരി. അതേസമയം മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉണ്ട്. ഇപ്പോൾ കിടക്കറയിലെ പ്രശ്നം ഒരു മനുഷ്യന് അടിസ്ഥാന പ്രശ്നമാണ്. അവിടുത്തെ തൃപ്തിയില്ലായ്മയും തൃപ്തിയും അവൻ്റെ ജീവിതത്തെ അടിമുടി സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ തൊട്ട് പറഞ്ഞാൽ അത് അശ്ലീലമാണ് എന്ന രീതിയിൽ ചിന്തിക്കാം, വ്യാഖ്യാനിക്കാം. അതേസമയം അതുപോലെ തന്നെ അങ്ങനെ ഒന്ന് പറയാൻ ആളില്ലാത്തതാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പും ലോകത്തുണ്ട്. അപ്പം ഇതിൻ്റെ തുറന്ന ഒരു സംസാര ശൈലി ഉണ്ടെങ്കിൽ പഠിപ്പിക്കാൻ എളുപ്പമാണ്, കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. മറ്റേതൊരു 5 മണിക്കൂർ നമ്മൾ പൊതിഞ്ഞ് പറയുന്നത് ഇതിൻ്റെ ഒറ്റ സെൻറ്റൻസിൽ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് അത് പതിയും. അതായത് അവരുടെ ജീവിതത്തെ സ്പർശിക്കാതെ നമ്മൾ വലിയ പ്രഭാഷണം നടത്തിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇന്ന് പ്രശ്നങ്ങൾ പല ധ്യാന ഗുരുക്കൾക്കും പറ്റുന്ന അതാണ്. പല ധ്യാനങ്ങളും അവർ തുടങ്ങുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ആൾക്കാർ കൂർക്കം വലിക്കുന്നതിൻ്റെ കാരണം അവരുടെ ജീവിതമായിട്ടായിരുന്നു യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ള ധ്യാന ഗുരുക്കളോട് എന്താ അച്ഛൻ പറയാറ് അവരെ കാണുമ്പോൾ? എൻ്റെ പൊന്നച്ഛൻ ഇങ്ങനെയൊന്നും ധ്യാനിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവരെ ഒരു പക്ഷേ നമുക്ക് പറയത്തില്ല. ഇപ്പം ഒരു മനഃശാസ്ത്രം പഠിച്ച ആൾ ഒത്തിരി ഉപദേശമൊക്കെ കൊടുത്തു, ആൾക്കാർ കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ കേട്ടയാളുടെ ജീവിതത്തെ സ്വാധീനിക്കണമെന്നില്ല മനസ്സിലാക്കുന്നതിൻ്റെ പ്രബോധനം. പക്ഷേ ചിലപ്പോൾ ഒരച്ഛൻ പറഞ്ഞ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ ആചാര്യം പറഞ്ഞ ചില ഭക്തിയുടെ ഉപദേശമായിരിക്കും ബോറാണെങ്കിൽ പോലും പരിഹാരമായി പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്രയും മണിക്കൂറുകൾ ഫലിതത്തോടെ പറഞ്ഞിട്ടും ഏശാത്ത ചില കാര്യം ഒരച്ഛൻ 2-3 ബൈബിൾ വാക്യം പറഞ്ഞ് തലേ കൈവച്ചപ്പം തീർന്നവരുമുണ്ട്. ഇപ്പം നമുക്കൊന്നും ഒരു ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള അവസാന വാക്ക് പറയാനില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു റാപ്പിഡ് ഫയർ ആയിട്ട് വേണമെങ്കിൽ പോകാം. പള്ളിയിലെ അച്ഛൻ അല്ലായിരുന്നെങ്കിൽ എങ്കിൽ ആരാകുമായിരുന്നു? കുട്ടികളുടെ അച്ഛൻ, രാഷ്ട്രീയക്കാരൻ, കൃഷിക്കാരൻ, ബിസിനസ്സുകാരൻ, അധ്യാപകൻ. പള്ളിയിലച്ഛനാകാൻ പോന്നിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയക്കാരനാകുമായിരുന്നു. കേരളത്തിൽ നല്ലൊരു രാഷ്ട്രീയക്കാരനെ നഷ്ടപ്പെട്ടു. കുമ്പസാരക്കൂട്ടിലെ ഞെട്ടിക്കുന്ന ഏറ്റുപറച്ചിൽ കേൾക്കുമ്പോൾ ദൈവമേ എന്ന് വിളിക്കും. ഇവന് ദൈവം കൊടുത്തോളുമെന്ന് കരുതും. ഇങ്ങനെയുണ്ടോ വേന്ദ്രന്മാർ എന്ന് തോന്നും. ലോഹിയിൽ എൻ്റെ ജീവിതം തീർന്നല്ലോ എന്ന് പരിതപിക്കും. അങ്ങനെ പരിതാപൊന്നുമില്ല, ദൈവമേ എന്ന് ഓർത്തിട്ടുണ്ട്. എങ്ങനെ ഇയാളെ രക്ഷിച്ചോണെ, അല്ലാണ്ട് മറ്റൊരു ചിന്തയൊന്നും മതി. എപ്പോഴെങ്കിലും എൻ്റെ ജീവിതം ലോഹയിലായി പോയല്ലോ എന്നിപ്പോ ഒരു ചിന്തയും. വിവാഹിതനായിരുന്നുവെങ്കിൽ ഭാര്യക്കെതിരെ പരാതി പറയാൻ പോകുന്ന ധ്യാനഗുരു ആരായിരിക്കും? ഏത് ധ്യാനഗുരുവിൻ്റെ അടുത്തായിരിക്കും മുത്തപ്പനകിൽ അച്ഛൻ പോകുക? ആയിരുന്നെങ്കിൽ ഞാൻ തന്നെയായിരുന്നു എൻ്റെ അടുക്കലേ വരത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇപ്പം അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു ഇഷ്യൂസ് ഏറ്റവും പരിഹരിക്കുന്നു കേൾക്കുന്ന ഒരച്ഛനേതെങ്കിലും കാണുമല്ലോ, ആളുടെ അടുക്ക് പോകും. ഏറ്റവും ഫാമിലി കാര്യം കൈകാര്യം ചെയ്യുന്ന അച്ഛനുണ്ടെങ്കിൽ ആ അച്ഛൻ്റെ അടുക്ക് പോകുമായിരുന്നു. ഒരു പക്ഷേ ഇതൊരു അക്കാഡമിക് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഇതിൻ്റെ അനുബന്ധമായിട്ടാണ് അച്ഛൻ ചെറുപ്പക്കാരനായിരുന്ന സമയത്ത് ഒരു പക്ഷേ ഒരുപാട് സങ്കല്പങ്ങൾ സ്ത്രീകളെ കുറിച്ചുണ്ടായിരിക്കുന്നു. അപ്പോൾ ആ സങ്കല്പങ്ങളായിരിക്കും ഇന്ന് ചെറുപ്പക്കാർക്കുള്ളത്. അപ്പോൾ അച്ഛൻ്റെ സങ്കല്പം ഏതായിരുന്നു? നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടി, നല്ല സ്വഭാവമുള്ള പെൺകുട്ടി, നല്ല സ്വത്തുള്ള പെൺകുട്ടി, നല്ല കുടുംബമഹിമുള്ള കുട്ടി. ഏതായിരുന്നു? സ്വഭാവശുദ്ധിയായിരുന്നു നമ്മൾ. അങ്ങനെ ഒരു സ്വഭാവശുദ്ധിയുള്ള കുട്ടിയെ നഷ്ടപ്പെട്ടു പോയി. ജ്ഞാനപ്രസംഗത്തിനിടയിൽ കിട്ടുന്ന എനർജി എവിടുന്നാണ്? കേൾവിക്കാരുടെ ചിരി, അവരുടെ മുഖത്തുണ്ടായിരുന്ന ഭാവങ്ങൾ, അവരുടെ പശ്ചാത്താപം എവിടെ നിന്നാണ്? കൂടുതലും അവരുടെ മുഖഭാവത്തിൽ നിന്നാണ്. ഒരു വളരെ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നത്. ആകാംക്ഷയോട് ഇനി എന്നാ പറയുന്നത് കേൾക്കാനുള്ള ആഗ്രഹത്തോടെ ഇരിക്കുമല്ലോ, ആ ഇരിപ്പ്. അച്ഛനാണ് അത്ര അച്ഛൻ, അച്ഛനാരാ മോൻ എന്നൊക്കെ ആളുകളെ കൊണ്ട് പറയിപ്പിച്ച ഒരു സംഭവമാണ്. കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ കുടുംബത്തിന്റെ അകത്തളങ്ങളിലെ രഹസ്യങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് അങ്ങനത്തെ ഉള്ളതിനെ വന്ന കമന്റ്. അത് തിരിച്ച് 2011 കുവൈറ്റിൽ കൊടുത്തൊരു ടോക്കാണ്.
പകല് മുഴുവൻ കുറ്റം, രാത്രി പൊന്നേ തേനെ പാലേ വെമ്പേ കൂടെ കിടക്കാൻ കൂടെ പാടി ഇങ്ങനെ വിളിക്കുന്ന ആണുങ്ങളുണ്ട്. പോലെ പെണ്ണുങ്ങളുമുണ്ട്. ചില സ്ത്രീകളുടെ ഓർമ്മ 10 55 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഭാര്യാഭർത്തൃ ബന്ധം പാടില്ലെന്ന ഒരു സ്ത്രീ പറഞ്ഞു, അച്ഛാ എനിക്ക് 58 വയസ്സ്, കെട്ടിയവൻ 62 വയസ്സായ അച്ഛാവോ, എൻ്റെ അച്ഛ 62 വയസ്സായെന്ന് പറഞ്ഞാലും ഗുണാമണ ഇടപാടാച്ചാന്ന് പറഞ്ഞു. അപ്പം ആ സ്ത്രീയുടെ ഓർമ്മ 62-ാം വയസ്സിൽ ആണുങ്ങളുടെ വികാരങ്ങൾ തീർന്നു പോയെന്ന് ഇന്ന് കുടുംബദിനത്തിൽ ഓർക്കുക. പ്രിയ സഹോദരിമാരെ, ആണുങ്ങൾക്ക് ശാരീരിക ലൈംഗിക വികാരം എത്ര വയസ്സ് വരെ ഉണ്ടെന്ന് ചോദിച്ചാൽ അച്ഛൻ പറയുന്നതാണ് കണക്ക്. ഇങ്ങനെയുള്ള വികാരം ആണുങ്ങളെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടെ കാണും. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുമെന്ന് അറിയുക. ദമ്പതികളെ കുറിച്ചുള്ള ടോക്കായിരുന്നു. അത് കേട്ടതിന് ശേഷമാണ് അച്ഛനാരാ മോൻ, അച്ഛനാണെങ്കിൽ ഇങ്ങനെ വേണം എന്നുള്ള കമന്റ് അവിടെ. അച്ഛനിൽ അച്ഛൻ ഇഷ്ടപ്പെടാത്ത 2 കാര്യങ്ങൾ. ഇഷ്ടപ്പെടാത്തത് 2 കാര്യം. ഒന്ന്, എനിക്കൊരു ടൈം ടേബിളിന്റെ കുറവാണ്. അതായത് ഒരുപാട് കാര്യം ചെയ്തു പോകുമ്പോഴത്തേക്കൊരു ചിട്ട കൃത്യം പാലിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത് ഒരു കുറവായിട്ട് തോന്നിയിട്ടുള്ളത്, എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ അയഞ്ഞ് പറഞ്ഞു പോകും. അതിൻ്റെ ഗൗരവം വിട്ടിട്ട് പറഞ്ഞു പോകും. അത് രണ്ടും ചിലപ്പോൾ തോന്നും കുറച്ചുകൂടി ഗൗരവത്തിലാക്കാമായിരുന്നു, കുറച്ചുകൂടി ടൈറ്റ് ആക്കാൻ പറ്റും. അങ്ങനെയുള്ള 2 ഒന്നൊന്ന് പിടിച്ചിടാമായിരുന്നു. പണ്ടത്തെ രാഷ്ട്രീയ സുഹൃത്തുക്കളെ കാണുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് സന്തോഷം, അഭിമാനം, നഷ്ടബോധം, പുച്ഛം. നല്ല നേതാക്കളെ കാണുമ്പോൾ അഭിമാനം തോന്നാറുണ്ട്. അതായത് എൻ്റെ കൂടെ വന്നിട്ട് ഉയർന്നു വന്നവരെ കാണുമ്പം ഒരു നല്ല അഭിമാനം തോന്നും. പിന്നെ ഒരുമിച്ച് സദസ് ചിലപ്പോഴൊക്കെ അവർ തന്നെ എൻ്റെ ധ്യാനം കൂടാൻ വേണ്ടിയൊക്കെ വരുവേ. അപ്പം അങ്ങനെ പറഞ്ഞിങ്ങനെ അസീസിലൊക്കെ വരും. കാണുമ്പോൾ ഒരു സന്തോഷം. നഷ്ടബോധം തോന്നാറുണ്ടോ എപ്പോഴെങ്കിലും? ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ കുറച്ചുകൂടെ താന്താന്നങ്ങ് പോയിരുന്നെങ്കിൽ തോന്നാമായിരിക്കും. ഇന്ന് തോന്നിയില്ല. കാരണം അവർ പോലും കൂടെ എൻ്റെ ഇടയ്ക്ക് ഉപദേശം ചോദിച്ചൊക്കെ വരുമ്പം ആ നഷ്ടബോധം ഒട്ടും വരും. ചിലരെ കാണുമ്പോൾ സഹതാപം ഉണ്ടാകാറുണ്ടോ? ചില തകർന്നു പോയവരുണ്ട്, രാഷ്ട്രീയം കളിച്ച് തകർന്നവരുണ്ട്, അവരെ സാമ്പത്തികമായിട്ട് തകർന്നു, ഒന്നും എത്താൻ പറ്റാതെ പോയവരുണ്ട്. അവരെ കാണുമ്പോൾ സങ്കടം തോന്നും. അച്ഛന് പ്രലോഭനം വരുമ്പോൾ എങ്ങനെയാണ് ആ പ്രലോഭനങ്ങളെ അടിപ്പെടുത്തുന്നത്? ഏത് പ്രലോഭനമാണെന്നുള്ളതാണ്. പലതരത്തില് ആരോ പറഞ്ഞത് യേശുക്രിസ്തുവിനെ പോലും പ്രലോഭനങ്ങള് നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. അതിപ്പം ഇത്രയേ ഓർക്കുള്ളൂ. ഞാൻ ഇപ്പൊ ഒരു സ്ത്രീയോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് തോന്നുന്നു വെച്ചോളൂ, താല്പര്യം തോന്നുന്നു. അപ്പോൾ ഞാൻ ഒരു എക്സ്റേ ഓർക്കും. എക്സ്റേ അപ്പം എൻ്റെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പല്ല് എല്ല് ഒക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴേ. അപ്പം ഏത് സൗന്ദര്യത്തിനും 3 ദിവസത്തിൻ്റെ പഴക്കമേ ഉള്ളൂ. ഏത് സീരിയൽ നടിയും സിനിമാ നടിയാണേലും നാളെ എക്സ്റേ പോലെ ആവുമല്ലോ. ആ തൊലിപ്പുറത്തെയും മേക്കപ്പിൻ്റെയും മാത്രമേ ഉള്ളൂ ജീവിതം. അങ്ങനെ ഓർക്കുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള പ്രലോഭനങ്ങൾ അങ്ങ് മങ്ങും. ഓ, അപ്പൊ ഒരു എക്സ്റേ മെഷീൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അച്ഛൻ പ്രലോഭനത്തിൽ പെട്ടുപോയത്. സാധ്യതയുണ്ടായിരുന്നു. മറ്റേ പ്രലോഭനം ഉദാഹരണം പറഞ്ഞാല് ഒരുപക്ഷെ വലിയ സാമ്പത്തികമായിട്ട് വലിയ കാറ്, വലിയ വാഹനങ്ങൾ, വലിയ സൗകര്യങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് സൗകര്യങ്ങൾ കൂടി എനിക്ക് ഉണ്ടാകാമായിരുന്നു എന്നുള്ളൊരു പ്രലോഭനം വരാറില്ല. തോന്നാറില്ല. കാരണം വലിയ കാറും എല്ലാം ഉണ്ടായിരുന്ന ഒരു സിനിമാ സംവിധായകൻ തന്നെയാണ് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് പറഞ്ഞത് ഒന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലാകും. പിന്നെ ഇഷ്ടംപോലെ കാറും കോടികളും ഉള്ളവരാണ് മനസ്സമാധാനം ചോദിച്ച് നമ്മൾ തന്നെ അടുക്ക വരുന്നത്. അപ്പൊ ഒന്നും അല്ല എന്നൊരു ചിന്ത. അച്ഛൻ യേശുക്രിസ്തുവിന്റെ വാക്ക് ആലോചിക്കും, ലോകം മുഴുവൻ നേടിയിട്ട് എന്ത് കാര്യം, സമാധാനമില്ലെങ്കിൽ അല്ലേ? തീർച്ചയായിട്ടും. ചില അച്ഛന്മാരുടെ പീഡന വാർത്തകൾ കേൾക്കുമ്പോൾ എന്താണ് അച്ഛന്റെ മനസ്സിലേക്ക് വരിക? വിഷമം, ദേഷ്യം, രോഷം, സങ്കടം, വേദനയാണ്. പള്ളിയിലച്ഛനായതുകൊണ്ട് മാത്രം നടക്കാതെ പോയൊരു ആഗ്രഹം. പള്ളിയിലച്ഛനായതുകൊണ്ട് നടക്കാതെ പോയ ആഗ്രഹം എന്തുവാ? രാഷ്ട്രീയക്കാരനായില്ലല്ലോ. ഇഷ്ടപ്പെട്ട പ്രാസംഗികരാരാണ് അച്ഛൻ? ഇപ്പൊ അച്ഛന് തന്നെ സഹപ്രവർത്തകനായിട്ടുള്ള PC ജോർജ്, EK നായനാര്, KM മാണി, അഴീക്കോട് മാഷ്, വെള്ളാപ്പള്ളി. എനിക്ക് പ്രസംഗത്തിന്റെ ശൈലിയിൽ ഏറ്റവും ഇഷ്ടം അഴീക്കോട് സാറാണ്. രാഷ്ട്രീയത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഏറ്റവും വലിയ പ്രസംഗം മരിച്ചുപോയി, അതൊരു CN സ്റ്റീഫനായിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് ഏറ്റവും വലിയ പ്രസംഗനായിരുന്നു. ഏതെങ്കിലും രാഷ്ട്രീയക്കാരോട് പ്രത്യേകിച്ച് ഇഷ്ടമുണ്ടോ? രാഷ്ട്രീയത്തില് ഇപ്പോഴും കേരള കോൺഗ്രസിൽപ്പെട്ട കൂട്ടുകാരൻ നേതാക്കന്മാരുണ്ടല്ലോ, ആയോരെ, PC ജോർജ്, മാണി സാറ്, ജോസഫ്, ഇങ്ങനെയുള്ള ചില അടുപ്പമുള്ള അറിവുണ്ട്. മാണി സാർ എപ്പോഴെങ്കിലും എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ധ്യാനിക്കാൻ പോലും പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്ത് പോലെ നേരത്തെ അടുത്ത കാലത്ത് ധ്യാനിച്ചിരുന്നു. അല്ല, അടുത്ത കാലത്തല്ല, കണ്ടിട്ടില്ല. പക്ഷെ നേരത്തെ പല പ്രാവശ്യം ഇങ്ങനെ ധ്യാനം കൂടാൻ വരുമായിരുന്നു. അദ്ദേഹം ചെന്നുപെട്ട വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും അച്ഛനെ വിളിച്ചിട്ട്
എന്റെ പുത്തുമ്പനൊക്കെ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല. അന്ന് മിക്കവാറും ചില ബിഷപ്പുമാരോടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. അച്ഛന്റെ ആത്മകഥ സിനിമയായാൽ അഭിനയിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്ന നടൻ ആരായിരിക്കും? നവീൻ പോളി അഭിനയിച്ച അച്ഛന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അച്ഛനെ സ്വാധീനിച്ച വ്യക്തിയാണ്? ഏത് രീതിയിലാണ്? അത് വൈദിക ഏത് രീതിയിലാണ്? രീതിയിലാവും? ഏറ്റവും കൂടുതൽ ഒരു സ്വാധീനം ഉണ്ടായത്? അമ്മയാണ്. അമ്മയാണ്. പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനാ ഓറിയന്റേഷനും ആ. ഒരു ഭക്തി പ്രസ്ഥാനങ്ങളിലേക്കുള്ള സ്വാധീനം അമ്മയിൽ നിന്നാണ്. ആ സ്വാധീനം ഇപ്പോഴും മനസ്സിലുണ്ട്. ഒരു പക്ഷേ അമ്മ പറഞ്ഞു തന്ന പല ശകലങ്ങളും വേണമെങ്കിൽ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകാം. അല്ല, ഒരു പ്രാർത്ഥന ജീവിതം തമ്പരാനല്ലാതെ ആരും, ദൈവമല്ലാതെ ആരും ഇല്ല എന്നുള്ളൊരു ചിന്ത കുഞ്ഞുനാൾ മുതലേ മനസ്സിൽ പതിപ്പിച്ചത് അമ്മയാണ്. നമ്മളൊക്കെ അമ്മമാരൊക്കെ പറയുന്ന പല പഴമൊഴികളൊക്കെ പലപ്പോഴും മനസ്സിൽ പോകാതെ കിടക്കും. അങ്ങനൊരു അനുഭവങ്ങളുണ്ടാവും. അവസാനത്തെ ചോദ്യം. പ്രാസംഗികൻ, ധ്യാനഗുരു, പുസ്തകരചയിതാവ് എന്നിങ്ങനെ പല പല പദവികളിൽ അച്ഛനുണ്ട്. പക്ഷേ ഇതല്ലാതെ ഏതെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ദൗത്യം അനുഷ്ഠിക്കണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട്? ഇപ്പോഴുള്ളതിൽ നിന്ന് ഒന്ന് മാറി ഇന്ന റോളും കൂടി എനിക്ക് ആകാം? ഇല്ല കേട്ടോ. ഈ അല്പം കൂടെ എഴുത്തിലൂടെ കുറച്ചുകൂടെ ഒന്ന് പുസ്തകരചനയോട് അല്പം കൂടെ താല്പര്യമുണ്ട്. ഇപ്പം ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അല്പം കൂടെ വളരണമെന്നില്ല, വേറൊന്നുമില്ല. കാരണം ഒരുമാതിരിയുടെ എല്ലാ മേഖലയിലും ഇപ്പം കവർ ചെയ്യുന്നുണ്ട്. ഒരു സിനിമയിൽ നായകനായിട്ട് വിളിച്ചാൽ എന്തായിരിക്കും അച്ഛൻ്റെ പ്രതികരണം? സിനിമയിലേക്ക് നായകനായിട്ട് പോവില്ല. ഒരു സഹനടനായിട്ട് പോകും? ഇല്ല. ഇപ്പോൾ സപ്പോസ് എൻ്റെ ഒരു പ്രസംഗമോ മറ്റോ ഒരു സിനിമയിൽ 1 മിനിറ്റോ വല്ലതും ഒക്കെ കാണിക്കുന്നതാണെങ്കിലും ഒക്കെ ഒരു പ്രധാന ആളായിട്ടോ മൊത്തം നിറയുന്ന ആളായിട്ടോ താല്പര്യമില്ല. കാരണം ഓൾറെഡി ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. ചില റോളുകളിലേക്ക് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ പടം പിടിക്കാൻ വരുന്ന അതിനൊരു 1.5 മിനിറ്റ് എൻ്റെ ഒരു പ്രസംഗം അവർ കാണിക്കുന്നുണ്ട്. അത് ലിവർ സെൻറ്ററിൽ വെച്ചാണ്. അത് അവർ യൂട്യൂബിലേക്കിട്ടോടെ ചെയ്യാം. യൂട്യൂബ് ഇപ്പോൾ ആൾക്കാർ കണ്ട് മടുത്തതായതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു പ്രസംഗം ഞാൻ പറഞ്ഞേക്കാം. ഒരു 1.5 മിനിറ്റ് കുടുംബത്തെക്കുറിച്ചുള്ളതാണ്. അത് അവർ പിടിക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അജു വർഗീസ് വാറിൻ്റെ കൂടെ ഒരു അങ്ങനെയുള്ള റോളല്ലാതെ മറ്റു വേറെ രൂപത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, താല്പര്യമില്ല. ഈ ധ്യാനം എന്ന് പറയുന്നത് അച്ഛാ ഇപ്പോൾ പല രൂപത്തിലും ഭാവത്തിലും ഉണ്ട്. ഇപ്പോൾ ഈ പലപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിൽ ഇതിനകത്തൊരു തമാശയുണ്ട്, ചില സമയം ഇതിനകത്തൊരു ഗൗരവമായൊരു തലമുണ്ട്. ഹല്ലേലൂയ ദൈവം വന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അലമറിയിട്ട് ഭയങ്കരമായി നടത്തുന്ന ഒരു പരിപാടികൾ. മറിച്ച് അച്ഛനെ പോലെ വളരെ തമാശയൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നൈസർഗികമായിട്ട് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നതൊക്കെ പറഞ്ഞു പോകുന്നു. അപ്പോൾ ഇങ്ങനെ പല എക്സ്ട്രീംസ് ഉണ്ട്. എന്താ അച്ഛൻ്റെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഏതോ പെന്തക്കോസ്തുകാർ അച്ഛനെതിരെ എന്തോ വാളെടുത്തു പല മനുഷ്യര് 2-3 കൂട്ടരുണ്ടല്ലോ. ഒരുപാട് വൈകാരിക മുറിവും മനസ്സിന് വ്യഥയും ഒക്കെ ഉള്ളവർക്ക് സ്തുതിപ്പും പ്രാർത്ഥനയും കരച്ചിലും ഇതൊക്കെ ഉള്ളപ്പോഴാണ് ഒരു വൈകാരിക സൗഖ്യം കിട്ടുക. അപ്പം അങ്ങനെയുള്ളവരൊക്കെ അങ്ങനത്തെ ധ്യാനങ്ങൾ ഒത്തിരി നല്ലതാണ്. പിന്നെ ഒന്ന് അയയാൻ, ഒരു ഭാരം പോകാനൊക്കെ അങ്ങനെ അതൊക്കെ സൈക്കോളജിക്കലായിട്ട് ആ രീതിയിൽ എടുത്താൽ മതി. ഇച്ചിലൂടെ ഒന്ന് റീസണബിളായിട്ട് ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നവർക്ക് അല്പം കൂടെ നല്ലത് പ്രബോധനം, വലിയ ബഹളമില്ലാത്ത പ്രബോധനം കൊടുക്കുന്ന ധ്യാനങ്ങൾ. ഞാൻ ശ്രദ്ധിക്കുന്നത് അങ്ങനെയുള്ളതിനാണ്. കാരണം ശരി ബഹുഭൂരിപക്ഷം പേരും മറ്റു തരത്തിലുള്ളതാകാം. ഇപ്പം മെച്ചപ്പെട്ടതെന്ന് വെച്ചാൽ ഓരോരുത്തൻ്റെ സൈക്കിക് സെറ്റപ്പ് പോലെ ഇരിക്കും. ഇപ്പം വിലാസിനെ പോലെ ഒരാളെ സംബന്ധിച്ചോളം ഈ ബഹളം വെക്കുന്ന ഒരിക്കലും അക്ഷര്യം തോന്നുന്നില്ല. കാരണം അല്പം കൂടെ റീസൻ്റെ തരത്തിൽ ചിന്തിക്കുന്നതുകൊണ്ട്. അപ്പോൾ വേറൊരാൾ ചിലപ്പം ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലേക്ക് അർത്ഥം കണ്ടെത്തുക. അതിനിടയ്ക്ക് അച്ഛൻ ഈ പെന്തക്കോസ്തുകാരെ എന്താ പേപ്പട്ടികൾ എന്ന് വിളിച്ചു എന്നും പറഞ്ഞ് വലിയൊരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അവിടുത്തെ അതിന് വിളിച്ചു. പിന്നെ ഉള്ള കാര്യം പറയുമ്പോൾ തന്നെ മടിക്കാൻ അവരെ വിളിച്ചല്ല, പശ്ചാത്തലം ഓർത്താൽ മതി. പട്ടികൾ എന്നുള്ള ഭയപ്പെടുത്തിയിട്ടില്ല, പേപ്പട്ടിനെ ആക്കി കൊടുത്തു. അല്ല, അതിൻ്റെ കാരണം ഇതാണ്. പറഞ്ഞു പട്ടിയെ കാണുന്ന പോലെ പേപ്പട്ടിയെ കാണൽ. പട്ടിക്കൊരു വില പേപ്പട്ടിക്ക് മറ്റൊരു രീതി കാണുമല്ലോ. അതൊരു തമാശന് പറഞ്ഞൊരു കാര്യമാണ്. അത് ഇത്രയും ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നതിന് മുമ്പ് ഒരിക്കൽ പറഞ്ഞതാ. വൈറലായി കഴിഞ്ഞപ്പം ആരോ എടുത്തിട്ടപ്പോഴത്തേക്ക് പല ആൾക്കാരും അടുത്ത കാലത്ത് അത് കണ്ടത്. അപ്പം ചർച്ചാ വിഷയമായി. ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇന്നും ഉള്ളത്, ഏതെങ്കിലും ഒരു മതത്തെ പുച്ഛിക്കുന്നത് എനിക്കിഷ്ടമില്ല. ഇപ്പം ഹിന്ദു മതത്തെ പുച്ഛിക്കുന്നതോ ഇസ്ലാം മതത്തെ പുച്ഛിക്കുന്നതോ ക്രിസ്ത്യാനിറ്റിയെ പുച്ഛിക്കുന്നതോ അതിന് അധികാരം ആർക്കുമില്ല. അല്ല എൻ്റേതാ മെച്ചമെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. അതുപോലെ ഓരോ കുടുംബത്തിൽ നിന്ന് നിർബന്ധിച്ച് ഭാര്യയെ ഭർത്താവിൽ നിന്ന് അകറ്റി കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ കൊണ്ടുപോവുക, ഭർത്താവിൽ നിന്ന് ഭാര്യയെ അകറ്റി കൊണ്ടുപോവുക, മക്കൾ വിദേശത്ത് ജോലി ചെയ്യുന്ന നേഴ്സ് പിള്ളേരെ പ്രാർത്ഥനയുടെ പേരും പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോവുക. അങ്ങനെ ചെയ്യുന്നവർ ചിലരുണ്ടായിരുന്നു, ചില സഭകളിൽ. അപ്പം ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞു, ഈ പ്രാർത്ഥനയേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഭാര്യാഭർത്തൃ ബന്ധം. ഭാര്യയെയും ഭർത്താവിനെയും പ്രാർത്ഥനയുടെ പേരിൽ അകറ്റുന്നവനെ പേപ്പട്ടിയെ നേരിടുന്ന പോലെ
നേരിടാം നമുക്ക്. കാരണം ഒരു കുടുംബം തകർക്കുക, കുടുംബം തകർക്കുന്ന, ബന്ധം തകർക്കുന്നവരെ ഒരു പേപ്പട്ടിയെ നേരിടുന്ന പോലെ നേരിട്ടാലും അതിനകത്ത് തെറ്റില്ല. അന്നൊരു പശ്ചാത്തലത്തിൽ പറഞ്ഞാണ്, അല്ലാണ്ട് ആരെയും ഒരു വ്യക്തിയെ പേപ്പട്ടി എന്നല്ല വിളിച്ചത്. പക്ഷെ അത് അവസാനം പെന്തക്കോസ്തുകാർ അവരെ പേപ്പട്ടി വിളിച്ചത് പോലെ ആക്കി പറഞ്ഞു. കാരണം ചില പെന്തക്കോസ് സഭകളിൽ പെട്ടവർ ഉദ്ദേശിച്ചാ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫോൺ കോൾ വിളിച്ചോ, ഭീഷണി ഒത്തിരി വന്നാലും കേസുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പം ഒരു വാർത്താ ചാനല് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വാർത്ത വായിച്ചു. പിന്നെ ഒരച്ഛൻ ഇങ്ങനെ പറഞ്ഞു വലിയ വിവാദമാവെന്ന് പറഞ്ഞു. അപ്പം ആയിരങ്ങൾ വന്നു. അങ്ങനെ കേസ് വരികയാണെങ്കിൽ ഞങ്ങൾ തുടങ്ങിക്കോളാം, അച്ഛനൊന്നും ഒരു വകയും പറഞ്ഞേക്കരുത് ഞാൻ. പക്ഷെ എങ്കിലും എൻ്റെ മാന്യതയുടെ പേരിൽ ഫേസ്ബുക്ക് ഞാനിട്ടു, നല്ലവരെ ഉദ്ദേശിച്ചല്ല, ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ടീമുണ്ട്, അവരെ മാത്രം ഉദ്ദേശിച്ച. അപ്പോൾ അവർക്കിടയിൽ തന്നെ 1-2 പേര് പറഞ്ഞു, അച്ഛൻ പറഞ്ഞതാ ശരി, നമ്മൾ തർക്കിക്കാൻ പോയാൽ ഇത് കൂടുതൽ വാർത്തയാകത്തേ ഉള്ളൂ. അങ്ങനെ അവർ തന്നെ അത് നിർത്തുകയും ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരെ കൂടുതൽ പേര് പേപ്പട്ടി വിളിച്ചു. അല്ല, കൂടുതൽ പേർ അവർക്കെതിരായിട്ട് വിമർശനം വന്നപ്പം നിർത്തി. ഇപ്പം നമ്മൾ എല്ലാ മതത്തിലും നല്ലവരും ചുമ്മാ വിട്ടുപോകുന്നവരുണ്ടല്ലോ, അങ്ങനെ പോയവരെ ഉദ്ദേശിച്ച് മാത്രമല്ല, അവരിലെ നല്ലവരെ ഉദ്ദേശിച്ചല്ല. സോഷ്യൽ മീഡിയ അച്ഛൻ ആക്റ്റീവാണോ? ഞാനൊന്നും ചെയ്യുന്നില്ല, പക്ഷെ എന്നെ ആൾക്കാർ അച്ഛനെ വൈറലാക്കി ഒത്തിരി നിറച്ചു. അതിൽ ചില വിമർശനങ്ങളും വരുന്നുണ്ട്. ഞാൻ ഇതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 വിമർശനം കണ്ടു. പ്രസവിച്ചിട്ടും എന്തുകൊണ്ടാണ് കന്യകയായിട്ടിരിക്കുന്നത് എന്ന ചോദ്യം കത്തോലിക്ക പുരോഹിതനോട്, കത്തോലിക്ക വിശ്വാസമില്ലാത്ത ഒരു സഹോദരൻ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടോ, ഇറ്റ് ഷോസ് ഹിസ് ആറ്റിറ്റ്യൂഡ്. സി, ഞാൻ വലിയ സംഭവമാണ്, ഓക്കെ. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉള്ളങ്കയിലാണ്. ഞാൻ പറയുന്നതാണ് 100% ശരി. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചാൽ ആരെയും. ഇത് സോഷ്യൽ മീഡിയയിൽ വന്നൊരു കമന്റ്. ഇത് കണ്ടിരുന്നു, ഈ കമന്റ് കണ്ടിരുന്നു. ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തില് ഈ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഒരാളുടെ ഇത് ഇദ്ദേഹം മാത്രമല്ല, അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ. കമന്റ് വായിച്ചു, കേൾക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ അയച്ച് ഓരോരുത്തർ ക്ലിപ്പ് ഇട്ട് തരുമല്ലോ, കണ്ടിരുന്നു. അപ്പൊ അതിനകത്ത് ഉത്തരം ഞാൻ ഈ പറഞ്ഞത് തന്നെയാ. ആര് പറഞ്ഞാലും ആ ഗ്രൂപ്പിനോടുള്ള വാക്ക് അത് തന്നെയാണ്. ഞാൻ ആയിരിക്കുന്ന കാലത്തോളം അതേ റെസ്പോൺസാണ് ഇനിയും. അഹങ്കാരമെന്നോ എളിമയെന്നോ സൗര്യം പോലെ വ്യാഖ്യാനിക്കാം. അപ്പം എൻ്റെ രീതി ഇതാണ്. ഒരു തെറ്റെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പ്രതികരിക്കുന്ന രീതി ഇതാണ്. ഒരു കത്തോലിക്ക പുരോഹിതന്റെ, വൈദികന്റെ എല്ലാവിധ കെട്ടുപാടുകളും അതിൻ്റെ അതിർത്തികളും വരമ്പുകളും ഒക്കെ അച്ഛനുണ്ട്. അതേസമയം അച്ഛൻ കുറച്ചും കൂടി ലോകത്തെ തുറന്ന കണ്ണുകൾ കൊണ്ട് കാണുന്നുമുണ്ട്. ഈ സമയത്ത് ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു സംഘർഷം ചിലപ്പോൾ വേണമെങ്കിൽ ഉണ്ടായിക്കൂടാ ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ചിലപ്പം നമ്മൾ ചില വേദികളിൽ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ചിലരോട് ചിലപ്പോൾ നമ്മൾ വെറുതെ മൗനം പാലിച്ച് പോകേണ്ടി വരും. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വൈറലാവും ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതുകൊണ്ട് ചിലപ്പോൾ മനഃപൂർവ്വം ചില കാര്യം തോന്നിയാലും മിണ്ടാതെയും വിട്ടേക്കും. അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഈ അടിസ്ഥാന മെസ്സേജ് കറക്റ്റാണല്ലോ. പക്ഷെ കുറച്ചുകൂടി സൂക്ഷ്മം വേണം എന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ അച്ഛനുണ്ട്. ഒരു ജാഗ്രതയുണ്ട്. ഇനി മനുഷ്യന്റെ സ്വഭാവത്തിൽ ഈ കുശുമ്പ്, കുനിഷ്ഠ, കുന്നായ്മയൊക്കെ ഉണ്ടാവുമല്ലോ. ഒരുപാട് ധ്യാന ഗുരുക്കൾക്ക് വേണമെങ്കിൽ പുത്തമ്പരക്കൽ അച്ഛനോട് വേണമെങ്കിൽ ചെറിയൊരു കുശുമ്പ് ഉണ്ടായിക്കൂടാ ഇല്ലേ? ഇതുവരെ എനിക്കറിയത്തില്ല, ഉള്ളി കണ്ട കാര്യം. പക്ഷെ ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ധ്യാനത്തിൽ നമുക്കിടയിൽ അങ്ങനെ അധികം വരിയില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ തലമുണ്ടല്ലോ, ആ സ്റ്റേജിലങ്ങ് പോവുള്ളൂ, ഓരോ മേഖലയുണ്ട്. പുറത്ത് നമ്മളെ ശരിക്കും ഓരോരോ കമന്റ് പറയുമ്പോഴാണേലും നമ്മളെ മനസ്സിലാക്കാത്ത ഏതെങ്കിലും ഒന്ന് പെറുക്കി പറയുന്നവർക്ക് മാത്രമേ തെറ്റിദ്ധാരണയുള്ളൂ. ഞാൻ ആരാണെന്നും എൻ്റെ പൊതു മെസ്സേജ് എന്താണെന്നും പഠിച്ചവരാരും ഒന്നും അങ്ങനെ പറയേ. എന്തൊക്കെയോ പറഞ്ഞ് ഭാര്യ അങ്ങ് ചൂടായി, ഒന്നും മിണ്ടുന്നില്ല. ഭർത്താവ് ഞുള്ളി നോക്കി, പിടിച്ച് കുലുക്കി നോക്കി, ഒരനക്കവും ഇല്ല. വൈകിട്ട് വീട്ടിലെ എന്തോ സാധനം കാണാതെ പോയി. ഭർത്താവ് ഇങ്ങനെ തപ്പി പൊട്ടച്ചട്ടി, കുട്ടിപ്പാള, പത്താഴം, അലമാരി തന്നെ കീഴ് തപ്പി പോവുക. ഭാര്യ എന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല. 2 ദിവസം തപ്പിയിട്ട് ഇയാൾക്ക് പോയ സാധനം കിട്ടുന്നില്ല. അവസാനം ഭാര്യ മടുത്തിട്ട് ചോദിച്ചു, എന്നാ മനുഷ്യ നിങ്ങളുടെ കാണാതെ പോയെ? ഡേഡി സമാധാനമായി കിട്ടിപ്പോയി. 2 ദിവസമായിട്ട് നിന്റെ സ്വരം എവിടെ പോയിരുന്നു? ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് കിട്ടിയത്. ഒരുപക്ഷെ ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ പല സംശയങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു ടോക്കിലൂടെ വേണമെങ്കിൽ ആ സംശയങ്ങൾ വേണം നമുക്ക് മാറ്റാം. എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും അതിൻ്റെതായ മൂല്യശോഷണവും ശോഷിപ്പും സംഭവിച്ചിട്ടുണ്ട്. അപ്പം വൈദിക വിഭാഗത്തിനും ഒരുപാട് എന്താ പറയുക പുഴുക്കുത്തുകൾ വന്നു. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായ റൂമിൽ. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അച്ഛനെ പോലുള്ള ആൾക്കാർ പ്രതികരിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എൻ്റെതായൊരു പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒന്നിനെ ഒരു കോമൺ ആയിട്ട് വെക്കുകയല്ല. സപ്പോസ് ഒരു ഹൈന്ദവ സന്യാസിക്ക് ഒരു പേരുദോഷം വന്നു. അതിൻ്റെ അർത്ഥത്തിൽ എല്ലാ ഹൈന്ദവ സന്യാസികളും അങ്ങനെയാണെന്നല്ല. അത് ആ ഒരു വ്യക്തിയുടെ എക്സെപ്ഷൻ, അല്ലെ ചില വ്യക്തികളുടെ. അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു യത്തീംഖാനയിൽ ഒരു കേസ് വരുന്നു അടുത്ത കാലം. അപ്പം വന്നു, എല്ലാ യത്തീംഖാനകളും അങ്ങനെ അല്ലല്ലോ. ഏതോ ചിലടത്ത് വന്ന ഒറ്റപ്പെട്ട
ചില കേസുകൾ. അതുപോലെ ലക്ഷോപലക്ഷം വൈദികരുള്ള ഒരു ലോകം. അപ്പം അങ്ങനെയുള്ള ലോകത്ത് ഒറ്റപ്പെട്ട ചില കേസുകൾ ഉണ്ടാകുമ്പം മാധ്യമപ്രവർത്തകരും മറ്റുള്ളവരൊക്കെ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യും. അതിനകത്തൊരു മസാല എടുത്ത് കളിക്കും. സ്വാഭാവികമാണ്. അത് ചാനലിൽ ശ്രദ്ധ കിട്ടാനും ഒക്കെ ആയിട്ട് ചെയ്യാം. അത് അവരുടെ അച്ഛൻ അതിനോട് പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. അല്ല, നമുക്കതിനകത്ത് അർത്ഥമൊന്നും അതിനകത്തില്ല. കാരണം ഞാൻ അതിനകത്ത് വറിയാകേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ഒരു ചെയ്യാൻ ചെയ്തു തീർക്കാനുള്ള ഒരുപാട് ലോകമുണ്ട്. അപ്പോൾ അത് എല്ലാ ജനത്തിലേക്കും ചെയ്യാനുണ്ട്. ഏതെങ്കിലും വ്യക്തികളുടെ ചില പാളിച്ചകളുടെ പേരിൽ ഒത്തിരി നീറേണ്ട കാര്യവുമില്ല. എൻ്റെ ഒരു മങ്ങൽ വരേണ്ട കാര്യവുമില്ല. കാരണം എന്നെ അറിയാവുന്നവർക്ക് ഞാനാണെന്ന് അറിയാമല്ലോ. എനിക്ക് ആ ലോകമുണ്ട്. ആ ലോകത്ത് ജീവിച്ചുകൊണ്ട് അതല്ല ഇങ്ങനെയൊരു ലോകമുണ്ടെന്ന് ഞാൻ എൻ്റെ ജീവിതം വഴി ബോധ്യപ്പെടുത്തുക. അതേ ഇങ്ങനെ വരുമ്പം ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇതിനോട് അനുബന്ധമായിട്ടൊരു ചോദ്യം. എന്താ കാരണം എന്ന് വെച്ചാൽ, അച്ഛൻ ഒരു കുടുംബത്തിൽ 2 മക്കളിൽ ഒരാൾ ദൈവവിളി കിട്ടി വരുന്നു, അല്ലെങ്കിൽ അതിനോട് അച്ഛനാകണം എന്നുള്ളൊരു താല്പര്യം വരുന്നു. ഇന്ന് കുട്ടികളുടെ എണ്ണം അച്ഛൻ്റെ കാലത്ത് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ എണ്ണം 1 ഒക്കെയായി, 2ആയി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വൈദികരാകാൻ വേണ്ടി ആൾക്കാർക്ക് താല്പര്യമില്ല, പല ആൾക്കാർക്കും താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും ഈ രംഗത്തേക്ക് വരുന്ന ആൾക്കാർ അത്ര ശുദ്ധ മനസ്സോടെ വരുന്നവരല്ല ഇന്ന് പുതിയ ആൾക്കാർ എന്നൊരു ആരോപണം സാർവത്രികമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഓരോ സമൂഹത്തിൻ്റെ വ്യത്യാസം വരാം. പക്ഷേ എൻ്റെ സന്യാസ സമൂഹത്തിലാണെങ്കിൽ അനുഭവം ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ളവർ വരുന്നത്. കഴിഞ്ഞ കൊല്ലം പട്ടം കിട്ടിയത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായിട്ട് പിന്നെ 10 വർഷം പഠിച്ച അച്ഛനായ ആളാണ് ഡോക്ടർ ദേവ്. അനേക എൻജിനീയേഴ്സ് BTech കഴിഞ്ഞ ഒത്തിരി പേര്. നമുക്ക് മുതിർന്ന വൊക്കേഷൻ വരുന്നതെല്ലാം ഇങ്ങനെയുള്ളതുണ്ട്. അതേ സമയത്ത് ഈ വ്യക്തിത്വത്തിൻ്റെ ഈടിന് കുറവ് വരാം. കാരണം പഴയകാല ഇരുത്തമല്ലല്ലോ ഇന്നത്തെ പുതിയ തലമുറയ്ക്കുള്ളത്. പണ്ടത്തെ കാരണവന്മാരുടെയും ആ ജനത്തിൻ്റെയും ക്വാളിറ്റി ഡെപ്തുണ്ട്. ആ ഡെപ്ത് ഇന്ന് പൊതുവിൽ കുറഞ്ഞു വരാം. അത് സമൂഹത്തിലും കുറയുന്നുണ്ട്. ഉദാഹരണം, ഒരു സിനിമാ പാട്ട് എടുക്കുക. ഒരു 30-35 വർഷം മുമ്പുള്ള സിനിമാ പാട്ടിന് എന്നാ അർത്ഥമായിരുന്നു. അതിൽ ഓരോ ലൈനിലും ഉണ്ട് അർത്ഥവ്യാപ്തിയുണ്ട്. അപ്പം അത് ഇന്നും മരിക്കാതെ നിൽക്കുന്നു. ഇന്ന് 1 മാസം കൊണ്ട് മരിച്ചു പോകുന്നതല്ലേ. വൈദിസ് കൊലവറിയൊക്കെ അവിടെ പോയി. 1 മാസം കൊലവറി, പിന്നെ ആരും എടുക്കുമെന്ന്. ലജ്ജാവതിയെ കിള്ളല്ലേ തോണ്ടല്ലേ എത്ര നാൾ പാടി. അതേ സമയത്ത് പഴയ കരിമുകിൽ കാടും 1000 പാദസരങ്ങളും ഒരിടത്ത് ജനനം എത്രയോ പാട്ടുകൾ ഇന്നും ചെറുപ്പക്കാരതാ പാടുന്നത്. അപ്പോൾ ഒരു ക്വാളിറ്റി അന്നും ഇന്നും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം. അച്ഛൻ പഴയ പാട്ടുകളൊക്കെ പാടുമോ? അല്ല, പാടാൻ അറിയത്തില്ല, പക്ഷേ ആസ്വദിക്കും, ആസ്വദിക്കും. എന്നാലും ഒന്ന് മൂളിപ്പാട്ടൊക്കെ പാടില്ലേ? അച്ഛനെ ആരാധിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അച്ഛനൊരു പാട്ട് പാടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് ഞാൻ എപ്പോഴും ഓർക്കുന്നു, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് ഇൻസ്ട്രുമെന്റ് മ്യൂസിക്. അപ്പോൾ അന്ന് ഗൈഡ് ചെയ്യാൻ സാറന്മാരില്ല. അവനവൻ്റെ ടാലൻറ്റ് പ്രകടിപ്പിച്ചോണം, സമ്മാനം മേടിച്ചോണം. എൻ്റെ ഓർമ്മ ഇൻസ്ട്രുമെന്റ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് വായിച്ചുകൊണ്ട് പാടുന്നതാണ് ഇൻസ്ട്രുമെന്റ് മ്യൂസിക്. അപ്പോൾ അന്ന് എൻ്റെ കാലത്ത് സൂപ്പർ ഹിറ്റ് പാട്ടായിരുന്നു മനക്കലെ തത്തെ മറക്കുട തത്തെ. 975 എനിക്ക് ഓർമ്മയില്ല. മനക്കലെ തത്തെ മറക്കുട തത്തെ അങ്ങനെ തുടങ്ങുന്നത്. അപ്പം ഞാൻ അത് വാങ്ങിച്ചുകൊണ്ട് ആ പാട്ടങ്ങോട്ട് വായിച്ചു പാടി. അപ്പോൾ സാറന്മാർ പറഞ്ഞു ഓക്കൻ കർട്ടൻ ഇടാൻ പറഞ്ഞു. കർട്ടൻ ഇട്ട് പിള്ളേർ പോയി. ഞാൻ കരഞ്ഞോണ്ട് അങ്ങ് പോയി. അപ്പം അത് കഴിഞ്ഞ് എന്നെ പഠിപ്പിച്ചൊരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, മോൻ കരയാനൊന്നുമില്ല, അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പിന്നെ മോൻ്റെ പാട്ട് കേട്ട് തോന്നുന്നത് പ്രസംഗമായിരിക്കും നല്ലത്, സംഗീതം അത്ര ചേർന്ന മേഖലയല്ല. അന്ന് തൊട്ടേ ഈ തിരുത്തിൽ കിട്ടിയിട്ടുള്ളതുകൊണ്ട് ആ കടുകയ്ക്ക് ഇവനെ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. അച്ഛൻ വലിയ സന്തോഷം. പുത്തമ്പലകിൽ അച്ഛനെ ഇങ്ങനെ ഞങ്ങൾ ഒരുപാട് സമയമായി, ഇനിയും ഒരുപാട് സംസാരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങളൊക്കെ ഒരു ധ്യാനം കൂടിയ ഒരു ലെവലിലായിരിക്കണം. എന്നാലും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. ഈ രംഗത്ത് താങ്കൾ കൂടുതൽ വിരാജിക്കട്ടെ. ഒരുപാട് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും താങ്കളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അച്ഛനെ ഇനിയും ഇതുപോലെ സന്തോഷത്തോടെ കാണാനും ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് നൽകുന്ന രീതിയിലേക്ക് അച്ഛൻ ഉയരുമെന്നുള്ള ആശംസ കൂടി നൽകിക്കൊണ്ട് വിലാസിൻ്റെ കൂട്ടത്തിൽ JB ജംഗ്ഷനിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് കാണുന്ന പ്രോഗ്രാമാണിത്. ഞാനും ഒത്തിരി വിലമതിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം അതിൽ വന്നതിൽ സന്തോഷം. പങ്കെടുത്തവരോടും ഒത്തിരിയേറെ സന്തോഷം. എല്ലാവർക്കും നല്ല ദിവസങ്ങളും നല്ല ദൈവാനുഭവങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.